ഗവർണർ SFI പോർവിളി ഈ വാർത്ത തന്നെയാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മളുടെ എല്ലാം ശ്രദ്ധാകേന്ദ്രം. ആ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. SFI പ്രതിഷേധങ്ങൾക്കിടെ തലസ്ഥാനത്ത് മടങ്ങിയെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രതിഷേധങ്ങളിൽ രാഷ്ട്രപതിക്കും കേന്ദ്രത്തിനും ഗവർണർ ഉടൻ റിപ്പോർട്ട് നൽകും. ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരാനാണ് SFI തീരുമാനം. ഇന്നലെ രാത്രി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയ ഗവർണർക്കെതിരെ നഗരത്തിൽ പലയിടത്തും SFI പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. അതീവ സുരക്ഷയാണ് രാജ്ഭവനിലും ഗവർണറുടെ സഞ്ചാരപാതയിലും പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2-3 ദിവസമായി വാർത്താ ദിനങ്ങളുടെ ഒരു ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് തന്നെ ഈ ഗവർണർ SFI പോർവിളിയാണ്. കോഴിക്കോട് വലിയ പ്രതിഷേധങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. അതോടൊപ്പം തന്നെ നിരവധിയായ നാടകീയ രംഗങ്ങളും നമ്മൾ അവിടെ കണ്ടു. അതിനുശേഷം തലസ്ഥാനത്ത് മടങ്ങിയെത്തിയ ഗവർണർക്ക് നേരെ ഇവിടെയും കരിങ്കൊടി പ്രതിഷേധം അടക്കമുണ്ടായി. എന്തായാലും ഇതിന്റെയൊക്കെ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിനും രാഷ്ട്രപതിക്കും അയക്കാൻ ഒരുങ്ങുകയാണ് ഗവർണർ. എങ്ങനെയാണ് അതിന്റെ വിശദാംശങ്ങൾ? അതോടൊപ്പം തന്നെ ഇന്ന് ഗവർണർക്കെതിരായി രാജ്ഭവനിലേക്ക് മാർച്ചോ പ്രകടനമോ പ്രതീക്ഷിക്കണമോ? സംസ്ഥാനത്തെ സാഹചര്യം ആഭ്യന്തര മന്ത്രാലയത്തെയും അതുപോലെ രാഷ്ട്രപതിയും അറിയിക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗവർണർക്ക് ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാവുന്നത്. കാലിക്കറ്റ് ക്യാമ്പസിൽ അതിശക്തമായ പ്രതിഷേധമുണ്ടായി. ഗവർണർക്കെതിരെ തിരുവനന്തപുരത്ത് SFIയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ സ്വാഭാവികമായും ഗവർണർ രാഷ്ട്രപതിയെ അറിയിക്കും. മാത്രമല്ല, സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകർന്നു എന്ന വലിയ ഗവർണർക്കുണ്ട്. അത്തരത്തിലൊരു കടുത്ത അറിയിപ്പ് ഗവർണർ ഭാഗത്തുണ്ടാകുമോ എന്ന് വ്യക്തമല്ല. എങ്കിലും സാഹചര്യം പൊതുവിൽ ഗവർണർ രാഷ്ട്രപതി അറിയിക്കുമെന്ന് രാജ്ഭവൻ സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രിയും വലിയ പ്രതിഷേധമാണ് ഗവർണർക്ക് തിരുവനന്തപുരം വിമാനത്താവളം മുതൽ രാജ്ഭവൻ വരെ നേരിടേണ്ടി വന്നത്. സാധാരണ റൂട്ട് മാറ്റി അദ്ദേഹം പാളയത്തെത്തിയ ശേഷം നഗരസഭാ ഓഫീസിന് അടുത്ത ശേഷം പിന്നീട് വെള്ളയമ്പലം വഴി പോകാതെ അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് പ്രവൻകോണം വഴിയാണ് രാജ്ഭവനിലേക്ക് പോയത്. പ്രവർത്തകർ ഈ വെള്ളയമ്പലത്തും മാനവീയം വീതിയിലുമൊക്കെ നിരവധി പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ എത്തിയിരുന്നു. ജനറൽ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിൽ, LMS വരെയുള്ള സ്ഥലങ്ങളിലും പ്രതിഷേധമുണ്ടായിരുന്നു. ഇനിയും ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് SFI പ്രവർത്തകർ നൽകിക്കഴിഞ്ഞു. ഇന്ന് ഗവർണർക്ക് പൊതുപരിപാടി 22-ാം തീയതി വരെ അദ്ദേഹത്തിന് ഔദ്യോഗികമായി ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് പൊതുപരിപാടികൾ ഇല്ല. പക്ഷേ ഇന്ന് അദ്ദേഹം 11 മണിയോടുകൂടി തിരുവനന്തപുരം ഡെന്റൽ കോളേജിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഡോക്ടറെ കാണാനായി പോകുന്നുണ്ട്. ആ സമയത്ത് പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യം SFI പ്രതിനിധിയും അറിയിച്ചിട്ടില്ല. എന്നാലും ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് SFIയുടെ നിലപാട്. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന ഈ പ്രതിഷേധങ്ങൾക്കും അതോടൊപ്പം മിഠായി തെരുവിലേക്ക് ഗവർണർ നടന്നിറങ്ങിയതും ആ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് CPMന്റെ ഭാഗത്തു നിന്ന് അടക്കം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട് അല്ലേ? മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ ഇന്ന് പ്രതികരിക്കും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും ഗവർണറുടെ ഇന്നത്തെ കോഴിക്കോട് നഗരത്തിലെ സഞ്ചാരത്തിൽ CPM കേന്ദ്രങ്ങളുടെ മുഖ്യമന്ത്രി പ്രതികരണം ഇന്ന് തന്നെ ഉണ്ടായേക്കും. ഗവർണർ നിരന്തരം പ്രോട്ടോകോൾ ലംഘിക്കുന്നു എന്ന പരാതിയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കുള്ളത്. കാരണം ഗവർണർ അതീവ സുരക്ഷയിൽ സഞ്ചരിക്കേണ്ട ആളാണ്. പക്ഷേ സുരക്ഷ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നലെ കോഴിക്കോട് നടത്തിയവരുള്ള പ്രതീക്ഷിത യാത്രകൾ നടത്തുന്നത് പോലീസും ആഭ്യന്തര വകുപ്പിനും വലിയ തലവേദനയാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ അപകടമോ ഗവർണർക്കുണ്ടായാൽ സ്വാഭാവികമായും മറുപടി പറയേണ്ടി വരിക സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ്. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് SFI അറിയിച്ചിട്ടുള്ളത്. എങ്ങനെയായിരിക്കും ഇനി അവരുടെ പ്രതിഷേധ പരിപാടികൾ? ക്യാമ്പസുകളിൽ ബാനർ ഉയർത്തി പ്രതിഷേധിക്കുമെന്ന് SFI നേരത്തെ പ്രഖ്യാപിച്ചതാണ്. തലസ്ഥാനത്ത് ഏതാണ്ട് എല്ലാ ക്യാമ്പസുകളിലും, അത് SFIക്ക് സ്വാധീനമുള്ളതും ഇല്ലാത്തതുമായ ക്യാമ്പസുകളിൽ ഇന്നലെ തന്നെ ഗവർണർക്കെതിരെ പോസ്റ്ററുകൾ, ബാനറുകൾ ഉയർന്നിരുന്നു. നഗരത്തിൽ പലയിടത്തും, നഗരത്തിലെ ഏതാണ്ട് എല്ലായിടത്തും ഗവർണർക്കെതിരെ സംഘ ഗവർണർ അധിക്ഷേപിച്ചുകൊണ്ട് അങ്ങനെ പരാമർശിച്ചുകൊണ്ട് പോസ്റ്ററുകളുണ്ട്. രാജ്ഭവനെ തൊട്ടു മുന്നിൽ വരെ ഇന്നലെ SFI പ്രവർത്തകർ എത്തി പോസ്റ്റർ പതിച്ചു. DYFIയുടെ പ്രവർത്തകർ ബാനർ പ്രകടനമായി എത്തി രാജ്ഭവന് സമീപം ബാനർ കെട്ടി. നഗരത്തിൽ പലയിടത്തും 200 കേന്ദ്രങ്ങളിൽ അത്തരത്തിൽ ബാനർ ഉയർത്താനാണ് DYFIയുടെ തീരുമാനം. SFIയും എല്ലാ സ്ഥലത്തും, അതായത് ഗവർണറുടെ സഞ്ചാരപാതയിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകളും അതുപോലെ തന്നെ ബാനറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഗവർണർക്കെതിരെയുള്ള കരിങ്കൊടി പ്രതിഷേധം തുടരാനാണ് SFIയുടെ തീരുമാനം. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രതിഷേധങ്ങൾക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ രാജ്ഭവനിലാണ്.
ഉള്ളത്. പ്രതിഷേധങ്ങളിൽ രാഷ്ട്രപതിക്കും കേന്ദ്രത്തിനും ഗവർണർ ഉടൻ റിപ്പോർട്ട് നൽകും. ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരാനാണ് SFIയുടെയും തീരുമാനം.